നമുക്കവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. രാവിലെ നമ്മൾ കുട്ടികൾ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കും വരുമ്പോഴേക്കല്ലോ നമുക്കതൊരു ഭയം തന്നെ എന്താക്കിയിട്ടുണ്ടാവും. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡുകളിൽ കയറിയിരിക്കുകയും അവരെ മോശമായി നോക്കുകയും അവരെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സംഘങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ രാവിലെ തന്നെ ഇവരെ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഈ പ്രദേശങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്നല്ലേ? ഞങ്ങൾക്ക് ഭയമുണ്ട്. ഞങ്ങളെ കുട്ടികളെ ഭാവിനെ കുറിച്ചിട്ടല്ല ഞങ്ങൾക്ക് പേടിയുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് മാഫിയ തന്നെയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇതിലേറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നുള്ളത്. മറ്റൊരു വലിയ വിഷയമാണ് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം. ഇത്തരത്തിൽ കൈവശപ്പെടുത്തുന്ന കുട്ടികളെ പീഡനത്തിന് ഇരയാക്കുന്ന സംഭവം. അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. സമാന സംഭവമാണ് കാസർഗോഡ് തെരുവത്ത് സെറാമിക്സ് റോഡിൽ അരങ്ങേറിയത്. മുന്ന എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വാഹനം നൽകിയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തും ഒരു കുട്ടിയെ കൈവശപ്പെടുത്തുകയും തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയും എന്നാൽ ഈ പോകുന്നത് നാട്ടുകാർ തിരിച്ചറിയുകയും തുടർന്ന് അവിടെ എത്തി കയ്യോടെ പിടികൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവരം പുറത്തു വരികയാണ്. ആ കുട്ടിയുടെ ഉമ്മയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ഇതിനെതിരെ വ്യക്തമായ രീതിയിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് അധികൃതരാണ്. ഉമ്മക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? തിങ്കളാഴ്ച സംഭവം. സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ക്ലബിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം, അങ്ങോട്ടെല്ലാം പോയിട്ട് കറങ്ങിയിട്ടെല്ലാം വരാമെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ഈ മുന്ന നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒരാൾ പോയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പോയിട്ട് ഏത് പ്രദേശത്താണ്? കാസർഗോഡിലെ ഏത് പ്രദേശത്താണ്? സെറാമിക്സ് റോഡ്, ഈ പഴയ ഓട്ടോ കമ്പനി. ഇപ്പോൾ ഈ മുന്നാനെ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും വിവരം എവിടെയെങ്കിലും? അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്തു? മുന്നേ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിന് മുൻപ് എന്തെങ്കിലും മകനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്നും പറഞ്ഞിട്ട് അവന് അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ഈ കരിപ്പൊടി മക്കാമൽ ഉറൂസിൻ്റെ സമയത്ത് അവന് പറഞ്ഞ ബൈക്ക് തന്നെ. അതല്ല ഈ സംഭവത്തിൽ പുറത്ത് വന്നത്. എന്നെ പറഞ്ഞിട്ട് അവനെന്ത് പോലീസുകാരോട് പറഞ്ഞത് ബൈക്ക് തന്നെ ഞങ്ങൾക്ക് ഫുൾ അന്ന് രാത്രി ഉറൂസിന് പോകുന്ന സമയത്ത് ബൈക്ക് അത് 10:30 മണിക്ക് ഇവർ മദ്രസ കഴിഞ്ഞിട്ട് പോയത് അന്ന് രാത്രി. ആ സമയത്ത് വ്യാഴാഴ്ച രാത്രി മദ്രസ ഇല്ല. അന്ന് ഇവനും 10:30 ബൈക്ക് കൊടുത്ത് ബൈക്കിന് ചാവി കൊടുക്കുമ്പോൾ കൈ പിടിച്ച് വലിച്ച് നമുക്ക് പോകാനിട്ട് രാത്രി. അപ്പോൾ പിന്നെ ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ടതാണ്. അത് ഈ ബൈക്ക് കൊടുത്തിട്ട് പ്രലോഭിപ്പിക്കുന്നു. ബൈക്ക് കൊടുത്തിട്ട് ഈ ഇതിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല? ഈ സംഭവം പിടിച്ചതിന് ശേഷം പറഞ്ഞതാണ്? വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും? വേറെ ആയിട്ട് പേര് പറഞ്ഞിട്ട് ആരും എന്ത് പറഞ്ഞിട്ട് ഇവനെപ്പോഴും ഇവിടെ ബസ് സ്റ്റോപ്പിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും ബസ് സ്റ്റോപ്പിലുണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിട്ട് അവന് ഇങ്ങനെ എപ്പോഴും കാണുന്നതല്ല. അപ്പോൾ പരിചയക്കാരായി അങ്ങനെയെല്ലാം ആയിട്ട് അവനെ പരിചയമായത്. അങ്ങനെ ആയിട്ട് പോലീസ് എന്ത് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ? ഇല്ല, പോലീസായിട്ട് സംസാരിച്ചതാണ്. കേസ് കൊടുത്തിട്ട് വന്നത് ഇന്ന് അവനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വന്നത്. ഈ മേഖലകളിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്? ഉണ്ടായിരിക്കും, അതല്ലേ എല്ലാ ബാക്കിലെടുത്ത് പ്രവർത്തിക്കുന്ന ഗ്യാങ് ഉണ്ടാവും ഇതിൻ്റെ. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ള് കഞ്ചാവിൻ്റെ തന്നെ ഫുള്ളുണ്ട് ഇവിടെ. അങ്ങനെ രാവിലെ പിള്ളേരെ ബസ് വാനിന് കയറ്റാകുമ്പോൾ ഫുള്ള് അവിടെ ഉണ്ടാകും. റിക്ഷയും കാറും ആളും വരുന്നതും എല്ലാം ഉണ്ടാകും. മേഖലയിലുണ്ട്. അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടോ നിങ്ങളെ? ബാധിക്കും. നമുക്കവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. രാവിലെ കുട്ടികൾ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കും വരുമ്പോഴേക്കല്ലോ നമുക്കതൊരു ഭയം തന്നെ എന്താക്കിയിട്ടുണ്ടാവും.
ഈ രാവിലെ തന്നെ ഇവരെ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഈ പ്രദേശങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്നല്ലേ? ഞങ്ങൾക്ക് ഭയമുണ്ട്. ഞങ്ങളെ കുട്ടികളെ കുറിച്ചിട്ട്, കുട്ടികളെ ഭാവിനെ കുറിച്ചിട്ടെല്ലാം ഞങ്ങൾക്ക് പേടിയുണ്ട്. എത്ര മക്കളാണ് നിങ്ങൾക്കുള്ളത്? 3. എത്ര പെൺകുട്ടികൾ? ഒരു പെണ്ണ്, 2 ആണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അവരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു. കാണുന്നുണ്ട്. അവിടെ ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇത്തരക്കാരൻ നിൽക്കുകയും ബസ് സ്റ്റോപ്പിലും കുറച്ച് അപ്പുറമായിട്ട് നിന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നിങ്ങൾ പോലീസിലൊന്നും പരാതിപ്പെട്ടില്ല? മുമ്പ് ഞങ്ങൾ പറഞ്ഞിന് ഇങ്ങനെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. ഇവിടെ രാത്രിയുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് കള്ളു കുടിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. പിള്ളേരെല്ലാം രാത്രി മദ്രസ കഴിഞ്ഞിട്ട് വരുന്നതല്ല. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാണെന്ന്. അങ്ങനെയുള്ള വിഷയമാണ്. ഇപ്പോൾ മകനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടോ? എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തല്ലേ? ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് നമ്മുടെ നാടുകളിൽ അരങ്ങേറുന്നുള്ളത്. എന്തിനു വേണം പറയാൻ, കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡുകളിൽ കയറിയിരിക്കുകയും അവരെ മോശമായി നോക്കുകയും അവരെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സംഘങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കണം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുക, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇത്തരം മാഫിയകൾ ചെയ്യുന്നുണ്ട്. ഇതിനെ എതിർക്കണമെന്നുണ്ടെങ്കിൽ കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്ന മാഫിയകളെ എതിർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം പോലെയുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പൊതുജനം ഇറങ്ങേണ്ടതുണ്ട്. അധികൃതരുടെ മേലിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം നമ്മൾ ചെലുത്തേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.